ഹലോ, അസ്സലാമു അലൈക്കും. ആർക്കെ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് വാഴക്കൂമ്പ് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ് ഇത്. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വാഴക്കൂമ്പിൻ്റെ മേലുള്ള ഈ തൊലികളൊക്കെ ഒന്ന് അടർത്തി കളയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ റെഡ് ഭാഗമുള്ളതാണ് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വെള്ള വെച്ചിട്ടാണ് നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ റെഡ് ഭാഗം വരുന്ന തൊലിയൊക്കെ ഞാൻ കളഞ്ഞ് എനിക്കത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഞാൻ കുത്തിയിട്ടാണ് അരിയുന്നത്. നമ്മൾ കനം കുറച്ചരിയുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റിയാണ്. നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് മുഴുവനായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കഴുകാൻ പോകുന്നത് നല്ല ചൂടുള്ള കഞ്ഞിവെള്ളത്തിലാണ് കേട്ടോ. ഇതിന് അത്യാവശ്യം നല്ലതായിട്ട് തന്നെ കറയുണ്ട്. അപ്പോൾ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കഞ്ഞിവെള്ളത്തിൽ കഴുകുന്നത്. അതിനുശേഷം ഞാൻ നോർമൽ വാട്ടറിലൊന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ കഴുകി നമ്മൾ വാർക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങ 3 പച്ചമുളക് വറുത്തെടുത്തിട്ടുള്ളത് നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ ഒന്നാണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ക്രഷ് ചെയ്തെടുക്കുമ്പോഴായിട്ട് എനിക്ക് നമ്മൾ നന്നായിട്ട് തേങ്ങ അരക്കുന്നതിലേറെ ഒന്നും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഈ സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിൽ കുറച്ച് കറി ലീഫും കൂടി നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന വാഴക്കൂമ്പ് നമുക്കിതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചമ്മന്തി കൂടെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 4 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കട്ടോ. അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കൽ കുറവാണല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നമ്മുടെ ചാനൽ. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.